നമസ്തേ രാഘട്ട. നമസ്കാരമുണ്ട്. നമ്മൾ 7/6 പൊക്കാളിപ്പാറേൻ്റെ ചെറിയൊരു കുറച്ചൊരു ഐതിഹ്യം ഒന്ന് ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്തെ ഞാൻ കേൾക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അതായത് ഇതിൻ്റെ ഈ പൊക്കാളിപ്പാറയുടെ ഓണർ, ശരിയായിട്ടുള്ള കിടാവ് എന്ന് പറഞ്ഞൊരു ഓണറുണ്ട്. അദ്ദേഹത്തിന് ഒരു നിധി കിട്ടാം എന്നുള്ള ഒരു 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 ഇതിൽ എന്താ പറയുക, പണിക്കരെടുത്ത് പോയിട്ട്, അതായത് എന്തോ തരത്തിൽ അയാൾക്ക് അറിവ് കിട്ടി. അപ്പോൾ ഇയാൾ എല്ലാ ഭാഗത്തും പോയിട്ട് നിധി അന്വേഷിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ ഈ നിധിയായിരുന്നു ഇയാൾക്ക് കിട്ടേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. ഈ പൊക്കാളിപ്പാറ കുഴിച്ച് ഏതാണ്ട്. അപ്പോൾ ഒരു മിനിറ്റ് രാട്ടെ, ആ പൊക്കാളിപ്പാറ ഒന്നും നമുക്ക് കാണിക്കാം. പൊക്കാളിപ്പാറ, അതാണ് പൊക്കാളിപ്പാറ. നമസ്തേ. അപ്പം നിങ്ങളൊക്കെ കണ്ടത് ഈ പൊക്കാളിപ്പാറേൻ്റെ ഒരു പരിസരമാണ്. അതെ. അപ്പോൾ ഈ പൊക്കാളിപ്പാറ ഏതാണ്ട് എൻ്റെ കുട്ടിക്കാലത്ത് അതിൻ്റെ അപ്പുറമുള്ള സമയത്തെ ഇവർ ഈ കല്ലുകൾ യൂസ് ചെയ്യുന്നുണ്ട്, ഉപയോഗിക്കുന്നുണ്ട്. എടുത്തിട്ട് മറ്റുള്ള വീടുകൾക്കാട്ടെ, പാലത്തിനാവട്ടെ, മറ്റുള്ള എല്ലാ കാര്യത്തിനും ഇവിടുത്തെ കല്ല് കൊണ്ടുപോയിട്ടാണ് അത് യൂസ് ചെയ്യാറ്. അങ്ങനെ ഏതാണ്ട് 2 തലമുറകളോളം ഈ എടുത്താൽ തീരാത്ത ഈ നിധി അയാൾക്ക് കിട്ടിക്കഴിഞ്ഞു. അയാളും പിന്നെ ഏതാണ്ട് സ്വർഗവാസിയായിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും ഈ നിധി തീരുന്നില്ല. പിന്നെ പരിസരത്ത് നിന്ന് ആളുകളൊക്കെ, പരിസരവാസികൾ ഇതിൻ്റെ പ്രോബ്ലം കൊണ്ട് പിന്നെ പഞ്ചായത്തിലും മറ്റുള്ള ഗവൺമെൻറ്റിനെ അറിയിച്ചിട്ടാണ് തൽക്കാലം ഇത് നിർത്തിവെച്ചിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 10 വർഷം പോലെ ആയി എൻ്റെ അറിവിൽ. അപ്പോൾ ഇത്രയും പിന്നെ ഗുണപരമായ ഒരു പാറയായിരുന്നു ഇത്, പൊക്കാളിപ്പാറ. അതെ, യാതൊരു സംശയവും വേണ്ട. കാരണം എന്താ പറയുക, ഇത്രയും ഏറ്റവും ഡീപ്പായിട്ട് പോവുകയാണെങ്കിൽ ഇനിയും എടുത്താൽ തീരാത്തത്രയും പാറകൾ ഇവിടെ തന്നെ ഉണ്ട്. പക്ഷെങ്കിൽ അത് പരിസ്ഥിതിൻ്റെ കാരണം കൊണ്ട് അതെടുക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതിൻ്റെ വേണ്ടപ്പെട്ട അധികാരികൾ അത് വേണ്ട എന്ന് പറഞ്ഞിട്ടുള്ള ഒരു തൽക്കാലം ഒരു സ്റ്റേ ആയിട്ട് നിൽക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് പ്രകൃതിയെ നമിക്കുക, നമ്മളെ ഭാരത് മാതാവിനെ നമിക്കുക. ഓം നമഃ ശിവായ. ഓം നമഃ ശിവായ.